നമസ്കാരം. തെരഞ്ഞെടുപ്പ് ജയിച്ച കോൺഗ്രസുകാർ വാ തുറന്ന് ഒന്നും മിണ്ടില്ല. കാരണം തങ്ങൾ ജയിച്ചതല്ലേ, അപ്പോൾ അട്ടിമറിയുമില്ല, കള്ളത്തരവുമില്ല, അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഒന്ന് തോറ്റു നോക്കട്ടെ, അപ്പോൾ അറിയാം എവിടെ നിന്നൊക്കെയാ ഈ ക്രമക്കേട് ആരോപണം വരുന്നതെന്ന്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി മോദിയുടെ നീക്കത്തിൽ ആകെ അസ്വസ്ഥനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ ആകെ സമാധാനക്കേടായി നടക്കുകയാണ് കക്ഷി. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശികളും നേപ്പാളികളും രോഹിംഗ്യകളും സ്ഥാനം പിടിച്ചെന്ന പരാതിയെ തുടർന്ന് സുപ്രീം കോടതി വിധി പ്രകാരം പുനഃപരിശോധന നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത്. ഇതിന് കാരണം മോദിയുടെ ചരടുവലി എന്നാണ് രാഹുലിന്റെ വിമർശനം. ഇന്ത്യയുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ വിശ്വാസയോഗ്യത തകർക്കുക എന്ന ജോർജ് സോറസ് എൻജിഒകൾ നൽകിയിരിക്കുന്ന അജണ്ട നടപ്പാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം സാമൂഹിക കലാപം സൃഷ്ടിക്കലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പക്ഷേ ബംഗ്ലാദേശിലേതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കരുത്തൊന്നും രാഹുൽ ഗാന്ധിക്കോ ഭിന്നിപ്പിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി ജോർജ് സോറസ് അജണ്ടയുമായി മുന്നേറുകയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 4.1 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ രാഹുലിന് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. ഇപ്പോൾ ബീഹാറിൽ നിന്നും അന്യരാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളും നേപ്പാളികളും മ്യാൻമാറിലെ രോഹിംഗ്യകളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതോടെ ബീഹാറിലെ വോട്ടർ പട്ടിക രണ്ടാമതും പരിശോധിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമുയർത്തി. സുപ്രീം കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ നടത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ വിദേശികളായ കള്ളർ വോട്ടർമാരെ പുറന്തള്ളാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന SIR പ്രക്രിയയ്ക്ക് രാഹുൽ ഗാന്ധി എതിരാണ്. BJPയുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കക്ഷിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അധിക്ഷേപം. അതായത് രാഹുൽ ഗാന്ധിക്ക് ഈ അനധികൃത വിദേശ വോട്ടർമാർ കൂടി ഉൾപ്പെട്ട ലിസ്റ്റാണ് വേണ്ടത് എന്ന് അർത്ഥം. തുടർച്ചയായി ഇലക്ഷൻ കമ്മീഷന് നേരെ സംശയം പ്രകടിപ്പിക്കുക വഴി തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അതാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത്. അതുവഴി രാജ്യത്തെ പിന്നീട് വിദ്യാർത്ഥി സമൂഹത്തെയും യുവാക്കളെയും അഴിച്ചുവിട്ട് സാമൂഹിക കലാപം നടത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. പക്ഷേ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സാമൂഹ്യ കലാപത്തിലൂടെ അല്ലാതെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. SIR പ്രക്രിയ വഴി BJPക്ക് നേട്ടമുണ്ടാകാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വോട്ടുകൾ റദ്ദു ചെയ്യുകയാണെന്നും SIR എന്ന പേരിൽ വോട്ടുകൾ മോഷ്ടിക്കുക അതാണ് ലക്ഷ്യമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയ വിദേശ പൗരന്മാരുടെ വോട്ടുകൾ റദ്ദു ചെയ്യുന്നതിനെയാണ് രാഹുൽ ഗാന്ധി പോസ്റ്റിലൂടെ വിമർശിക്കുന്നത്. അതായത് കോൺഗ്രസും തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും ആസൂത്രിതമായി ചേർത്ത കള്ള വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷ്മ പരിശോധന നടത്തി തള്ളുന്നതിൽ അസ്വസ്ഥരാണ് രാഹുലും തേജസ്വി യാദവും. ബീഹാറിലെ വോട്ടർ പട്ടികയിൽപ്പെട്ട 7.89 കോടി വോട്ടർമാരിൽ ആകെ 83% പേരുടെ എന്യൂമറേഷൻ പട്ടിക മാത്രമാണ് സൂക്ഷ്മ കർശന പരിശോധനയിൽ ഇലക്ഷൻ കമ്മീഷന് കണ്ടെടുക്കാനായിട്ടുള്ളത്. അതായത് യഥാർത്ഥത്തിൽ അർഹരായത് 6.6 കോടി വോട്ടർമാരെ ഉള്ളൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. 0.73% പേർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുകൾ ഉള്ളവരാണ്. 1.59% പേർ മരിച്ചുപോയവരാണ്. ബാക്കി 2.2% പേർ വീട് ഉപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയവരാണ്. ബാക്കിയുള്ളവർ 11.82% പേരും എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് വരികയാണ്.